പശ്ചിമേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിൽക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രവചനാതീതമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിൽ 2-ാം തീയതി രാത്രി 9 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ഏപ്രിൽ 3 പുലർച്ചെ 6:30 വൈറ്റ് ഹൗസിൽ നിന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേവലം ഒരു വാർത്താ സമ്മേളനമല്ല, മറിച്ച് ദശകങ്ങളായി പുകയുന്ന US-ഇറാൻ സംഘർഷത്തിന്റെ വിധി നിർണയമായ ഒരു അധ്യായമായിരിക്കും. ഓപ്പറേഷൻ എപ്പിക് ഫൂറി എന്ന് അമേരിക്ക നാമകരണം ചെയ്ത സൈനിക നീക്കം 1 മാസം പിന്നിടുമ്പോൾ ഒരു വലിയ വിജയപ്രഖ്യാപനമാണോ അതോ തന്ത്രപരമായ പിൻവാങ്ങലാണോ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞർക്കിടയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഫെബ്രുവരി 28 എന്ന തീയതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന 86 വയസ്സുകാരൻ അയത്തുള്ള അലി ഖമേനി ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതോടെയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായത്. ഒരു പരമാധികാര രാഷ്ട്രീയത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നെടുന്തൂൺ തകർക്കപ്പെടുന്നതോടെ ഇറാൻ കടുത്ത തിരിച്ചടി നൽകി. പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ ആസ്തികൾക്കും സഖ്യകക്ഷികൾക്കും നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ ആഗോള വിപണിയെ പിടിച്ചുലച്ചു. ലോകത്തിന്റെ എണ്ണ വിതരണ ശൃംഖലയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടയ്ക്കപ്പെട്ടതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക സ്ഥിതിയിൽ കടുത്ത ആശങ്കകൾ ഉടലെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കങ്ങളെ നാം നോക്കിക്കാണേണ്ടത്. ട്രംപിന്റെ നിലപാടുകളിൽ വന്നിട്ടുള്ള മാറ്റം ശ്രദ്ധേയമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളും എണ്ണപ്പാടങ്ങളും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സൈനിക നടപടി അവസാനിപ്പിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ്. ഇറാനുമായുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മുൻകൂർ വ്യവസ്ഥയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. മുൻപ് മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്ന കർശന വ്യവസ്ഥയിൽ നിന്നും ട്രംപ് അല്പം പിന്നോട്ട് പോകുന്നുണ്ടോ എന്ന സംശയം അത് ബലപ്പെടുത്തുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷാ ചുമതല അതുവഴി എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കട്ടെ എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അമേരിക്കയുടെ ഐസൊലേഷനിസ്റ്റ് അല്ലെങ്കിൽ വിട്ടുനിൽക്കൽ നയത്തിന്റെ പ്രതിഫലനമാണ്. എന്നാൽ ഇറാൻ ഈ സാഹചര്യത്തെ വളരെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയുമായുള്ള വിശ്വസ്തത 0 എന്ന് തുറന്നടിച്ചു. അമേരിക്കൻ പ്രതിനിധി സ്ലീവ് വിറ്റ്കോഫിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് ചർച്ചകളിലില്ല എന്നാണ് ഇറാന്റെ പക്ഷം. ഇറാന്റെ രാഷ്ട്രീയ തന്ത്രം എന്നത് ഒരു ലോങ് ഗെയിം അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ചെറുത്തുനിൽപ്പാണ്. അമേരിക്കയ്ക്ക് 1 മാസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ധൃതിയുണ്ടാകാം. എന്നാൽ തങ്ങളുടെ മണ്ണിൽ ഒരു അധിനിവേശം ഉണ്ടായാൽ അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജമാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കരയുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അമേരിക്കയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ടെഹ്റാൻ നൽകുന്നുണ്ട്. അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ സാഹചര്യവും ട്രംപിനെ ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. റോയിട്ടേഴ്സ് നടത്തിയ ഏറ്റവും പുതിയ അഭിപ്രായ സർവേ പ്രകാരം 3-2 അമേരിക്കക്കാരും ഇറാനിലെ സൈനിക ഇടപെടൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിച്ചില്ല എങ്കിൽ പോലും സൈന്യം തിരിച്ചു വരണമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം. നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ജനവികാരത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു വിജയ് പരിവേഷത്തോടെ സൈന്യത്തെ പിൻവലിക്കാനായിരിക്കും അദ്ദേഹം വ്യാഴാഴ്ച ശ്രമിക്കുക. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതുപോലെ ഫിനിഷ് ലൈൻ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അവസാന രേഖ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു. പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ വാലി നസർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു വെടിനിർത്തൽ കൊണ്ട് മാത്രം ഗൾഫ് മേഖലയിലെ ഭീതി വിട്ടുമാറില്ല. ഇറാൻ ഉയർത്തുന്ന ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം നിക്ഷേപകരും വിനോദസഞ്ചാരികളും ഈ മേഖലകളിലേക്ക് തിരിച്ചുവരാൻ മടിക്കും. അമേരിക്ക ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണോ അല്ലെങ്കിൽ ഒരു ശാശ്വതമായ സമാധാന കരാറിൽ ഏർപ്പെടാനോ തയ്യാറാകാത്ത പക്ഷം ഈ മേഖലയിലെ സാമ്പത്തിക അസ്ഥിരത തുടർന്നുകൊണ്ടേയിരിക്കും. യുദ്ധം നൽകുന്ന സാമ്പത്തിക ആഘാതം അമേരിക്കയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ തന്ത്രം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ആഗോളതലത്തിൽ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇറാന് ഒരു വിലപേശൽ ശക്തിയായി മാറിയിട്ടുണ്ട്.
ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ലോകം ഉറ്റുനോക്കുന്ന പ്രധാന കാരണങ്ങൾ ഇവയാണ്. 1. സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള കൃത്യമായ സമയക്രമം. 2. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ സംബന്ധിച്ച പുതിയ അന്താരാഷ്ട്ര സഖ്യം. 3. ആണവ നിരീക്ഷണങ്ങൾ സംബന്ധിച്ച ഇറാന് നൽകുന്ന ഇളവുകൾ അല്ലെങ്കിൽ കർശനമായ താക്കീതുകൾ. ഈ യുദ്ധം അവസാനിച്ചാലും പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലനം എങ്ങനെ മാറുമെന്നത് നിർണായകമാണ്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥരായി രംഗത്തുള്ളത് ഈ പ്രതിസന്ധിക്ക് ഒരു പ്രാദേശിക പരിഹാരം ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഏപ്രിൽ 2 ട്രംപ് നടത്താനിരിക്കുന്ന പ്രഖ്യാപനം കേവലം ഒരു യുദ്ധം നിർത്തൽ മാത്രമല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തിലെ അമേരിക്കയുടെ റോളിൽ വരുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയായിരിക്കും. ലോകം ഒരു പുതിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണോ അതോ സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങണോ എന്ന് നിശ്ചയിക്കുന്നതിൽ ഈ പ്രസംഗം വലിയ പങ്ക് വഹിക്കും. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് സ്വന്തം രാജ്യത്തെ ജനവികാരം മാനിച്ചുകൊണ്ട് ട്രംപ് എടുക്കുന്ന ഈ തീരുമാനം ചരിത്രത്തിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സമാധാനത്തിനുള്ള ഒരു കവാടം തുറക്കപ്പെടുമോ അതോ പുതിയൊരു സംഘർഷത്തിന്റെ തുടക്കമാകുമോ ഇത്? നാളത്തെ രാത്രി 10 മണി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.